അരുണും വരുണും ട്വിൻസാണ്. ഒരേ സ്കൂളിൽ, ഒരേ ക്ലാസ്സിൽ, ഒരേ ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന തിക്ക് ഫ്രണ്ട്സുമാണ് അവർ. അവരുടെ ക്ലാസ് ടീച്ചർ അവരുടെ അമ്മ തന്നെയായിരുന്നു, സജിത ടീച്ചർ. അങ്ങനെ 5th സ്റ്റാൻഡേർഡ് അവർ അത്യാവശ്യം നല്ല രീതിക്ക് എൻജോയ് ചെയ്ത് പഠിച്ച് കളിച്ച് അടിച്ച് പൊളിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് 5th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് അവർക്ക് സമ്മർ വെക്കേഷനായി. അങ്ങനെ സമ്മർ വെക്കേഷൻ്റെ ഫസ്റ്റ് ഡേ ഒരുപാട് പ്ലാൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു. ലൈക്ക് ടൂറ് പോകണം, അച്ഛൻ്റെ വീട്ടിൽ നിൽക്കാൻ പോകണം, അമ്മയുടെ വീട്ടിൽ നിൽക്കാൻ പോകണം, കസിൻസിൻ്റെ കൂടെ എൻജോയ് ചെയ്യണം. അങ്ങനെയുള്ള ഒരുപാട് പ്ലാൻസ് ഉണ്ടായിരുന്നെങ്കിലും ആ പ്ലാൻസ് എല്ലാം പൊട്ടിച്ച് കളഞ്ഞുകൊണ്ട് അച്ഛൻ്റെ വെജിറ്റബിൾ സ്റ്റോറിലെ സ്റ്റാഫിന് പെട്ടെന്ന് വയ്യാതായി. സോ അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആരും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി അച്ഛനും അമ്മയും ആ ഒരു ടൈമിന് ഒരു നല്ല കാര്യമായിട്ടാണ് കണ്ടത്. കാരണം അമ്മയ്ക്ക് ആക്ച്വലി ഫ്രീ ആയിരുന്ന സമയത്ത് തന്നെ ഇങ്ങനൊരു അത്യാവശ്യം സംഭവിച്ചുകൊണ്ട് അച്ഛന് വേറെ ഓപ്ഷൻസ് ഒന്നും നോക്കേണ്ടി വന്നില്ല. അമ്മ സപ്പോർട്ട് ചെയ്യാൻ പോയി. അങ്ങനെ അച്ഛനും അമ്മയും രാവിലെ തന്നെ വെജിറ്റബിൾ സ്റ്റോറിലേക്ക് ഇറങ്ങും. വൈകുന്നേരം സ്റ്റോറും പൂട്ടി രണ്ടുപേരും വരും. ഇങ്ങനെയായിരുന്നു സ്ഥിരം ഡേയ്സ് പോയിക്കൊണ്ടിരുന്നത്. സോ അരുണും വരുണും വീട്ടിലൊറ്റയ്ക്കായിരുന്നു. ഒറ്റയ്ക്കായിരുന്നെന്ന് വെച്ച് അങ്ങനെ നോർമൽ കുട്ടികളൊക്കെ ചെയ്യുന്ന പോലെ ഒരുപാട് വികൃതിയും കാര്യങ്ങളൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. എന്നാലും ചെറിയ വികൃതികളൊക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്നു. അയൽവക്കത്തെ മാവിൻ്റെ മണ്ടയിൽ കയറുക, അവിടുന്ന് മാങ്ങ പറിക്കുക, അതുപോലെ ഓടി നടക്കുക, കളിക്കുക, വീഴുക, പൊട്ടുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ കലാപരിപാടികൾ ഇവരുടെ കയ്യിലും ഉണ്ടായിരുന്നു. പക്ഷെ അവർ താമസിച്ചിരുന്ന സ്ഥലത്തൊന്നും ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അതായത് വെക്കേഷൻ ടൈമിൽ ഒരു വലിയ ഗ്യാങ് കൂടി ക്രിക്കറ്റ് കളിക്കുക, ഫുട്ബോൾ കളിക്കുക, അങ്ങനെയുള്ളൊരു ഗ്യാങ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും വർക്കിംഗ് എംപ്ലോയീസ് ടൈപ്പ് ഓഫ് ആൾക്കാരായിരുന്നു. എല്ലാവരും രാവിലെ ജോലിക്ക് പോവും, വൈകിട്ട് വരും, അങ്ങനെയായിരുന്നു. കുട്ടികൾ വളരെ കുറവായിരുന്നു, വീടുകളും വളരെ കുറവായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവർ രണ്ടുപേരും തൊട്ടയൽവക്കത്തെ മാവിൻ്റെ മണ്ടയിൽ വലിഞ്ഞു കയറി മാങ്ങ പറിച്ച് തിന്നുന്ന സമയത്ത് ഒരുപാട് നാളായി പൂട്ടി കിടന്നിരുന്ന ആ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു വൈറ്റ് മാരുതി കാറും ഒരു ലോറി നിറയെ സാധനങ്ങളും വന്നിറങ്ങി. അന്ന് അവരത് വളരെ കൗതുകത്തോടുകൂടി നോക്കിക്കണ്ടു. പുതിയ താമസക്കാർ വരുന്നു, കുട്ടികളുണ്ടാവോ, അങ്ങനെയുള്ള ഒരുപാട് തോട്ട്സ് അവരുടെ മനസ്സിൽ പെട്ടെന്ന് മിന്നി മാഞ്ഞു. പക്ഷേ ആ വണ്ടി വന്നിറങ്ങിയത് അവരുടെ ലൈഫ് ടൈം അവർക്ക് ബെയർ ചെയ്യാനുള്ള ഒരു ട്രോമ തരാനാണെന്ന് അവർ വിചാരിച്ചിരുന്നില്ല. സ്റ്റോറി ടൈം. ആ മാരുതിയുടെ ഡോർ തുറന്ന് ഒരു മധ്യവയസ്കനായ വ്യക്തി പുറത്തേക്ക് ഇറങ്ങി. ഏകദേശം ഒരു 40-42 വയസ്സ് കാണും. അല്ല, ഡ്രസ്സിങ് ഒന്നും ഒട്ടും പ്രോപ്പറായിരുന്നില്ല. കൈലി മുണ്ടും ഷർട്ടിൻ്റെ ബട്ടൺസ് ഓർഡർ തെറ്റിയിട്ട് മുടിയൊക്കെ നീട്ടി വളർത്തി താടിയൊക്കെ ആയി, കണ്ടാൽ തന്നെ ഒരു അടുക്കാൻ തോന്നാത്ത പോലത്തെ ഒരാൾ. അയാൾ കാറിൽ നിന്ന് ഇറങ്ങി കാറ് വലിച്ചടച്ച് ഗേറ്റിനടുത്തേക്ക് നടന്നു. അയാളുടെ തൊട്ട് പിന്നിലായി ഇപ്പുറത്തെ സൈഡിലെ സീറ്റിൽ നിന്ന് ഒരു ചേച്ചി ഇറങ്ങി. ഒരു കോട്ടൺ സാരി എടുത്ത് മുടി പിന്നിക്കെട്ടി കണ്ണെഴുതി ഒരു ഒരു ഗോതമ്പിൻ്റെ നിറമുള്ള ചേച്ചി. അവർക്ക് കണ്ടപ്പോൾ തന്നെ അമ്മയുടെയൊക്കെ ഒരു മാനറിസം ഫീൽ ചെയ്തു. ലൈക്ക് അവരുടെ അമ്മ ടീച്ചർ ആയതുകൊണ്ട് എപ്പോഴും സാരി ആയിരിക്കുമല്ലോ കൊടുക്കുക. മേ ബി അതുകൊണ്ട് തോന്നിയതായിരിക്കും. എന്നാലും അവർക്ക് എന്തോ ആ ചേച്ചീനോട് പെട്ടെന്നൊരു സന്തോഷം, ഒരു സ്നേഹം തോന്നി. ചേച്ചി എന്തോ അയാളുടെ പിന്നിലായി തന്നെ പമ്മി നടക്കുകയാണ്. തല ഉയർത്തി മുകളിലേക്ക് നോക്കുന്നില്ല, ചേട്ടൻ്റെ കാല് നോക്കി നടക്കുന്ന പോലെയാണ് അവർക്ക് തോന്നിയത്. ഗേറ്റ് തുറന്ന് ഇയാൾ അകത്തേക്ക് കയറി തിരിഞ്ഞു നോക്കി ലോറിയിൽ വന്നിട്ടുള്ള ലോഡ് ഇറക്കുന്ന ചേട്ടന്മാരോടൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് ലോഡ് മൊത്തം താഴേക്ക് ഇറക്കി വെക്കാൻ പറയുന്നുണ്ട്. ചേച്ചി നീങ്ങി ആ വീടിൻ്റെ ഫ്രണ്ടിലെ തിണ്ണയിൽ പോയിരുന്നു. ആ ചേട്ടൻ ആ ആൾക്കാരോട് ലോഡെല്ലാം പുറത്തേക്ക് ഇറക്കി വെക്കാൻ പറഞ്ഞ് അവരുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അവർക്ക് ക്യാഷൊക്കെ കൊടുത്ത് സെറ്റിൽ ചെയ്ത് പയ്യെ നടന്നു വന്ന് ഡോറ് കീ വെച്ച് തുറന്നു. ചേട്ടൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. ചേച്ചി പയ്യെ തിണ്ണേന്ന് എഴുന്നേറ്റ് ഡോറിന് നേരെ നടന്നു. ഡോറിൻ്റെ അടുത്ത് എത്തിയതും ചേച്ചി ഒന്ന് നിന്നു. നേരെ തിരിഞ്ഞ് ഇവരിയ്ക്കുന്ന മാവിൻ്റെ കൊമ്പിലേക്ക് ചേച്ചി നോക്കി. ഒരു നിമിഷം മാങ്ങ തിന്ന് നോക്കിക്കൊണ്ടിരുന്ന കുട്ടികൾ രണ്ടുപേരും മാങ്ങ കടിച്ച് സ്റ്റക്കായി തന്നെ നിന്നു. ചേച്ചി തിരിഞ്ഞു നോക്കി അവരെ നോക്കി സ്വീറ്റായിട്ടൊന്ന് പുഞ്ചിരിച്ചു. അമ്മമാരുടെ ഉള്ളിൽ എന്തോ ഒരു മഞ്ഞ് വീണ പോലെ ഒരുപാട് സന്തോഷവും സ്നേഹവും ഒറ്റ നോട്ടത്തിൽ തന്നെ അമ്മമാർക്ക് ഫീൽ ചെയ്തു. അവർ ചേച്ചിനെ നോക്കി കൈവീശി കാണിച്ചു. ചേച്ചി തിരിച്ച് കൈവീശിയില്ല, പക്ഷെ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് തന്നെ തിരിഞ്ഞ് ചേച്ചി ഡോറിലേക്ക് നോക്കി നടന്ന് വാതിലടച്ചു. അങ്ങനെ അന്നത്തെ ദിവസം കടന്നുപോയി. പിറ്റേ ദിവസമായി. ഇയാൾ രാവിലെ തന്നെ
കുളിച്ചൊരുങ്ങിയിട്ടൊന്നുമില്ല, പഴയ കൈലിമുണ്ടും ആ ഷർട്ടും ഒക്കെ ഇട്ട് തന്നെ ജോലിക്ക് എന്നോണം എങ്ങോ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് പിള്ളേർ ജനൽ വഴി കണ്ടു. ചേച്ചിയായിട്ട് എങ്ങനെയെങ്കിലും കമ്പനി കൂടണം, മിണ്ടണം, പേരെന്താണെന്നറിയണം. അങ്ങനെയുള്ള ചെറിയ ചെറിയ കുസൃതികളും ആഗ്രഹങ്ങളൊക്കെ ഇവന്മാർക്കുണ്ടായിരുന്നു. എന്തോ നമുക്ക് പുതിയ എന്തിനോ കാണുമ്പോൾ ഒരു ആകർഷണീയത തോന്നില്ലേ, അങ്ങനെ ഒന്ന്. അങ്ങനെ ഇയാൾ പോയിന്ന് ഉറപ്പ് വരുത്തി ഇവന്മാർ രണ്ടുപേരും മതിൽ ചാടി പിന്നെ അമ്പുറത്തെ വാതിലിൻ്റെ അടുത്തെത്തി. വാതിൽ തുറന്നിട്ട് ആ ചേച്ചി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവന്മാരെ കണ്ടതും ചേച്ചി വളരെ സന്തോഷത്തോടെ ഇവന്മാരുടെ അടുത്തേക്ക് ചെന്നു. പേര് ചോദിച്ചു, കാര്യങ്ങൾ അന്വേഷിച്ചു, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അങ്ങനെ ചേച്ചിക്ക് എന്തോ കുറേ നാളുകളായി ഇവരെ പരിചയമുള്ള പോലെ പെട്ടെന്ന് അങ്ങോട്ട് അടുത്തു. അങ്ങനെ ഇവർ തമ്മിലൊരു വല്ലാത്ത ബോണ്ട് വരികയാണ്. ഈ ചേച്ചിയും ഈ പിള്ളേരും തമ്മിൽ ഒരുപാട് സ്നേഹമാവാണ്. ചേച്ചി വീട്ടിലുണ്ടാക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ ഇവന്മാർക്ക് കൊടുക്കും. കപ്പ പുഴുങ്ങിയത്, അതുപോലെ ഐസ്ക്രീം, അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഇവന്മാർക്ക് കൊടുക്കും. ഇവന്മാരാണെങ്കിൽ വളരെ സന്തോഷത്തിൽ ഇതൊക്കെ കഴിക്കും. അങ്ങനെ ഇവരും ചേച്ചിയും തമ്മിൽ നല്ല രീതിക്ക് അങ്ങ് അടുത്തു. ചേച്ചിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും ഈ കുട്ടികൾക്ക് അറിയായിരുന്നു. കാരണം ചേട്ടൻ ഒരു 8-8:30 ആകുമ്പോഴേക്കാണ് എല്ലാ ദിവസവും. ജോലി കഴിഞ്ഞിട്ടാണോ എന്ന് ഇവന്മാർക്ക് അറിയില്ല, കാരണം ഇവർ കുട്ടികളായതുകൊണ്ട് അങ്ങനെയുള്ള തോട്ട്സ് ഒന്നും ഒരുപാട് പോയിട്ടില്ല. പക്ഷേ അയാൾ 8-8:30 ആകുമ്പോഴേക്കും വരും. വരുന്നത് ഇവന്മാർ അച്ഛനും അമ്മയും വരുന്ന സമയത്ത് തന്നെ വരുന്നതുകൊണ്ട് തന്നെ അവന്മാർ അത് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഈ 8:30 ആൾ വന്ന് വാതിലടച്ചു കഴിഞ്ഞാൽ ഒരു 9 മണി 9:30 ആകുമ്പോഴേക്കും തട്ടും മുട്ടും അലർച്ചയും ഒച്ചപ്പാടും ഒറ്റയ്ക്ക് വർത്താനം പറയുന്നതും, അതായത് ഇയാളുടെ സൗണ്ട് മാത്രം അലറി അലറി കേൾക്കാം, അയാൾ ഒച്ചയെടുക്കുന്നതും എല്ലാം. ആക്ച്വലി ഇവൻ്റെ അമ്മയ്ക്കും അച്ഛനും ഇയാളെ തീരെ ഇഷ്ടമല്ലായിരുന്നു. എപ്പോഴും പുതിയ താമസക്കാർ വന്നത് വളരെ ബുദ്ധിമുട്ടായി, എന്തിനാ ഇങ്ങനെ ഒരാൾക്ക് വീട് കൊടുത്തേ എന്നൊക്കെ പറഞ്ഞ് അച്ഛനും അമ്മയും തമ്മിൽ പരസ്പരം സംസാരിക്കുന്നത് ഇവരിടയ്ക്കിടയ്ക്ക് കേട്ടിട്ടുമുണ്ട്. ചേച്ചിയുടെ ഒച്ചയൊന്നും കേൾക്കാറില്ല. അവന്മാർക്ക് അറിയായിരുന്നു ചേച്ചി അങ്ങനെ ഒച്ചയെടുത്ത് ബഹളം വെക്കുന്ന ഒരാളായിരുന്നില്ല, ഒരു പാവമായിരുന്നു. ആരെങ്കിലും തല്ലിയാൽ പോലും തിരിച്ച് തല്ലാതെ മറ്റേക്ക് അവൾ കാണിച്ചു കൊടുക്കുന്നൊക്കെ പറയുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഇവന്മാർക്ക് ചേച്ചീനെ തോന്നിയിട്ടുള്ളത്. ചെറിയ കുട്ടികളാണെങ്കിലും ചേച്ചീനെ അവർ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയാണ്, ഒരു പാവം എന്ന രീതിക്ക്. അതുകൊണ്ട് തന്നെ ഇവന്മാർക്ക് ചേച്ചിനോട് ഭയങ്കര സഹതാപം ഉണ്ടായിരുന്നു. ഇവന്മാർ ചെന്ന് കാണുന്ന ദിവസങ്ങളിലും ചേച്ചി എന്തോ വിഷമിച്ച് പുറത്ത് പിന്നാമ്പറത്തെ തിണ്ണയിൽ ചേച്ചി ഇങ്ങനെ വിഷമിച്ച് താടിക്കും കൈയും കൊടുത്തിരിക്കുന്നതാണ് ഇവന്മാരെപ്പോഴും കാണാറ്. ഇവന്മാർ ചെന്ന് കഴിയുമ്പോഴാണ് ചേച്ചിക്ക് ഒത്തിരി സന്തോഷം. പിന്നെ ചേച്ചിയുടെ മുഖത്തുനിന്ന് ചിരി മായില്ല. ചേച്ചി ചിരിച്ച് വർത്താനം പറഞ്ഞ് ഇവന്മാരെ തലോടി ഇവന്മാരെ ശുശ്രൂഷിച്ച് ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ ഒരുപാട് സ്നേഹം മാത്രം തരുന്നൊരു ചേച്ചി. അങ്ങനെ ഇവന്മാരുടെ സമ്മർ വെക്കേഷൻ ഒരു പാതിയോളം കഴിഞ്ഞു. ഇതുപോലെ തന്നെ അമ്മയും അച്ഛനും രാവിലെ തന്നെ ജോലിക്ക്, അച്ഛൻ്റെ വെജിറ്റബിൾ സ്റ്റോറിലേക്ക് പോകും. ഇവന്മാർ രാവിലെ ഫുഡൊക്കെ കഴിച്ച് ഇവന്മാരുടെ ചെറിയ കുസൃതികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ചേച്ചിയുടെ അടുത്ത് പോയി അവിടെ ചേച്ചി പറഞ്ഞു തരുന്ന കഥകളും അതുപോലെ ചേച്ചി വർക്ക് ചെയ്യുന്നതൊക്കെ നോക്കി അങ്ങനെ സന്തോഷമായിട്ട് ഇവന്മാരുടെ ടൈമും പോകും. അങ്ങനെ ഇവന്മാരുടെ ബർത്ത്ഡേ ആയപ്പോൾ ഇവന്മാർ ഭയങ്കര എക്സൈറ്റഡാണ്, സാധാരണ പിള്ളേരെ പോലെ തന്നെ. കാരണം ബർത്ത്ഡേക്ക് ഒരുപാട് ഗിഫ്റ്റ് കിട്ടും, ഒരുപാട് ആൾക്കാർ വരും, വിഷ് ചെയ്യും. അതൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. സോ ഇവന്മാർ ബർത്ത്ഡേക്ക് ഒരാഴ്ചയ്ക്ക് മുമ്പേ ഭയങ്കര എക്സൈറ്റഡ് ആണ്, എന്നെ പോലെ തന്നെ. ഞാനും അങ്ങനെയാണ്. അപ്പോൾ ഇവരുടെ ബർത്ത്ഡേ അച്ഛനും അമ്മയും വളരെ ആഘോഷമായിട്ട് ഫാമിലീനെയൊക്കെ വിളിച്ച്, 2 കൂട്ടരുടെ ഫാമിലീനെയൊക്കെ വിളിച്ച് ഒരു ഫംഗ്ഷൻ പോലെയൊക്കെ തന്നെ നടത്താറുണ്ട്. അതിലൊരു ഫാമിലി ഗെറ്റ് ടുഗദർ പോലത്തെ ഒരു ഫീലും പാരൻസിനുണ്ട്. സോ ഈ കൊല്ലവും അവരത് തന്നെ പ്ലാൻ ചെയ്തു, ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ പോലെ ഒരു ബർത്ത്ഡേ പാർട്ടി. ഒരാഴ്ച മുമ്പ് തന്നെ ഇവന്മാർ ഹൈലി എക്സൈറ്റഡ് ആണ്, ഓവർ ദ മൂൺ. ലൈക്ക് ബർത്ത്ഡേ ആവാറായി, കേക്ക് വരും, ആൾക്കാർ ഗിഫ്റ്റ് കൊണ്ടുതരും, കസിൻസൊക്കെ വരും, അങ്ങനെയുള്ള എക്സൈറ്റ്മെൻറ്റുകളായിരുന്നു. ഇവന്മാർ ചേച്ചീനോടും പറഞ്ഞു, ചേച്ചി എന്തായാലും ബർത്ത്ഡേക്ക് വരണം, ചേച്ചീനെ ഞങ്ങൾക്ക് എല്ലാവരെയും പരിചയപ്പെടുത്തണം, അച്ഛനമ്മേനെയും പരിചയപ്പെടുത്തണം, കസിൻസിനൊക്കെ പരിചയപ്പെടുത്തണം. അങ്ങനത്തെ ഒരു ഫീലിൽ അവന്മാർ ഇൻവൈറ്റ് ചെയ്തു. ചേച്ചിയുടെ മുഖം പെട്ടെന്ന് മാറി. ചേച്ചിക്ക് വരാൻ പറ്റുമെന്ന് തോന്നണില്ല, എന്നാലും ചേച്ചി നോക്കാം, ചേച്ചിനെ എക്സ്പെക്റ്റ് ചെയ്യണ്ട. അപ്പോൾ പിള്ളേർ ഗിഫ്റ്റ് തരാൻ ചേച്ചിക്ക് ഇല്ലാഞ്ഞിട്ടാണോ ഇനി എന്ന് തോന്നിയിട്ട് വരുൺ പറഞ്ഞു, ചേച്ചി ഗിഫ്റ്റ് ഒന്നും തരണ്ട, ഒന്നും കൊണ്ടുവരൊന്നും വേണ്ട, ചേച്ചി വന്നാൽ മതി, ചേച്ചിക്ക് ഞങ്ങളുടെ കേക്ക് കഴിക്കണം, ഞങ്ങൾക്ക് ചേച്ചിക്ക് വായിൽ വെച്ച് കേക്ക് തരണം, അങ്ങനെയുള്ള ചെറിയ ആഗ്രഹങ്ങളേ ഉള്ളൂ, ചേച്ചി എന്തായാലും വരണം എന്ന് പറഞ്ഞു. കുട്ടികളോട് എതിർത്ത് പറയാൻ പറ്റാത്തതുകൊണ്ട് അവൾ പയ്യെ അത് സമ്മതിച്ചു. അങ്ങനെ ബർത്ത്ഡേ ദിവസം ഈവനിങ് ടൈമിലാണ് പാർട്ടി. ഒരു 7:30 8 ഒക്കെ ആയപ്പോഴേക്കും കേക്ക് കട്ട് ചെയ്യാറായി. വീട് മൊത്തം ഡെക്കറേറ്റ് ചെയ്ത് ഒരുപാട് ഫാമിലി ഫ്രണ്ട്സും കസിൻസും എല്ലാവരും ഉണ്ടെങ്കിലും ഇവന്മാർ പുറത്ത് വാതിലിലേക്ക് നോക്കി നിൽക്കുകയാണ്, ചേച്ചി വരുന്നതും കാത്ത്. ചേച്ചീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ചേച്ചീനെ മറ്റുള്ളവരുടെ മുമ്പിൽ ലൈക്ക്
അവർക്ക് അത്രയും ഇഷ്ടമാണ് ആ ചേച്ചീനെ. പക്ഷേ 8:30 കഴിഞ്ഞിട്ടും ചേച്ചി എത്തിയില്ല. പാരൻസ് എല്ലാവരും ഫോഴ്സ് ചെയ്ത് ഇവർ കേക്ക് കട്ട് ചെയ്തു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് എക്സ്ചേഞ്ച് ചെയ്തു. പാരൻസിന് കൊടുത്തു, ഫാമിലിക്ക് കൊടുത്തു. എല്ലാവരും കുറേ ഗിഫ്റ്റ് തന്നു. അവർക്ക് ഇഷ്ടമുള്ള ഹോട്ട് വീൽസ് ഒക്കെ കിട്ടി. എന്നിട്ടും അവരുടെ മനസ്സിനൊരു സന്തോഷമില്ല. ചേച്ചി എന്തുകൊണ്ടാണ് വരാഞ്ഞേ? അവർ എല്ലാവരും പോയി വീട് ഒഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും കൂടി സംസാരിക്കാൻ തുടങ്ങി. എന്നാലും ചേച്ചി എന്തായിരിക്കും വരാഞ്ഞേ? നമ്മൾ ഇത്രയും വിളിച്ചിട്ടും ചേച്ചി വന്നില്ലല്ലോടാ എന്ന് അരുൺ പറഞ്ഞു. അപ്പോൾ വരുൺ പറഞ്ഞു, എടാ ചേച്ചിന് ചിലപ്പോൾ അയാൾ വിടാഞ്ഞതാണെങ്കിലോ? നിനക്ക് അയാളുടെ സ്വഭാവം അറിയില്ലേ? അയാൾ ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെയാണ്. ചേച്ചീനെ തല്ലി ചേച്ചീനെ ചിലപ്പോൾ ഇങ്ങോട്ട് വിടാഞ്ഞിരുന്നതാണെങ്കിലോ? ചേച്ചിക്ക് നമ്മളോടുള്ള സ്നേഹത്തിന് ചേച്ചി എന്തായാലും വരേണ്ടതല്ലേ? അയാളെ വിടാഞ്ഞിട്ട് തന്നെയായിരിക്കും എന്ന് പറഞ്ഞു. അരുണിനപ്പോൾ ചേച്ചിക്ക് കേക്ക് കൊടുത്തേ പറ്റുള്ളൂ. ചേച്ചിക്ക് വേണ്ടി കേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, എനിക്ക് ചേച്ചിക്ക് ആ കേക്ക് കൊടുക്കണം, നമുക്കിപ്പോൾ തന്നെ കൊണ്ട് കൊടുക്കാം എന്ന് അരുൺ ചോദിച്ചു. വരുണപ്പോൾ പറഞ്ഞു, എടാ രാത്രി സമയമാണ്, പക്ഷെ എനിക്കും ആഗ്രഹമുണ്ട് ചേച്ചിക്ക് കൊടുക്കണം എന്ന്. പക്ഷെ അയാളെങ്ങാൻ കണ്ടാൽ വലിയ പ്രശ്നമാവില്ലേ? അയാളൊരു ദുഷ്ടനാന്ന് എനിക്കറിയില്ലേ? അയാൾ നമ്മളെ പിടിച്ച് തല്ലി എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. പക്ഷെ അരുണിനെന്തോ വലിയ ധൈര്യമുള്ള പോലെ ഒന്നും സംഭവിക്കില്ല, എല്ലാവരും ഉറങ്ങി. ഇപ്പം നമ്മുടെ അച്ഛനും അമ്മയും അടക്കം എല്ലാവരും ഉറങ്ങി. അയാളും കുടിച്ചൊക്കെ വന്നത് അയാളും ഉറങ്ങിക്കാണും. നമുക്ക് പയ്യെ പിന്നാമ്പറം വഴി ചേച്ചിക്ക് കൊണ്ടുപോയി കേക്ക് കൊടുക്കാം, ചേച്ചിക്ക് സന്തോഷം, നമ്മൾ ബർത്ത്ഡേയുടെ അന്ന് തന്നെ കൊടുത്തൊന്നും ആയല്ലോ എന്ന് അരുൺ പുഷ് ചെയ്തപ്പോൾ വരുണിന് അത് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നി. ശരിയാ, ബർത്ത്ഡേ കേക്ക് ബർത്ത്ഡേയുടെ അന്ന് തന്നെയല്ലേ ഇതിനുണ്ടേ, അല്ലാതെ തലേ ദിവസം അല്ലല്ലോ, പിറ്റേ ദിവസം അല്ലല്ലോ എന്ന് വരുൺ ചിന്തിച്ചു. അങ്ങനെ കേക്കും കയ്യിലെടുത്ത് രണ്ടുപേരും കൂടി മതിൽ ചാടി അപ്പുറത്തെ വീട്ടിലേക്ക് എത്തി. പിൻ ഡ്രോപ്പ് സൈലൻസ്. ആരുമില്ല ആ വീട്ടിൽ. ഒരൊച്ച അനക്കമുള്ളതായിട്ട് പോലും അറിയണില്ല. ഇവന്മാർ നേരെ ചേച്ചീനെ കാണാറുള്ള പിന്നാമ്പുറത്തെ ഡോറിൻ്റെ അടുത്തേക്ക് എത്തി. ഡോറിൽ പയ്യെ നോക്ക് ചെയ്തപ്പോൾ വരുൺ പെട്ടെന്ന് അരുണിനെ തടഞ്ഞു. ഇല്ല, തട്ടി വിളിക്കല്ലേ, തട്ടി വിളിച്ച് കേട്ട് അയാളങ്ങ് എഴുന്നേറ്റ് വന്ന് എങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നീ ഇത് പൊട്ടത്തര കാണിക്കും. ഇത് പതിഞ്ഞ ശബ്ദത്തിൽ വരുണിനെ ചീത്ത പറഞ്ഞു. അപ്പോൾ വരുണും തോന്നി, ശരിയാ, കൊട്ടി വിളിക്കണ്ട, അയാളെങ്ങാൻ കേട്ട് വന്നാൽ അതൊരു പ്രശ്നമാവില്ലേ. അങ്ങനെ രണ്ടുപേരും അവിടെ ഇവിടെയൊക്കെ തപ്പി തടഞ്ഞു നോക്കി ഒരു ജനല തുറന്നു. ആ ജനല പയ്യെ ഓപ്പൺ ആയതും അത് ആ വീടിൻ്റെ കിച്ചൺ ഏരിയ ആണെന്ന് പെട്ടെന്ന് കുട്ടികൾക്ക് മനസ്സിലായി. കാരണം ഒരു ഫ്രിഡ്ജ് ഉണ്ട്, അങ്ങനെയുള്ള ചെറിയ ചെറിയ കിച്ചൺ റിലേറ്റഡ് ഗാഡ്ജറ്റ്സ് അവിടെ ഉണ്ട്. ഗ്യാസ് സ്റ്റവിൻ്റെ അടുത്തായി സാരി എടുത്തൊരു സ്ത്രീ നിൽക്കുന്നുണ്ട്. ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി അത് ചേച്ചിയാ. ചേച്ചി ഗ്യാസ് സ്റ്റവിൻ്റെ അടുത്ത് എന്തോ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. രണ്ടുപേരും ചേച്ചീനെ അവിടെ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. കാരണം കിച്ചണിൽ എന്തായാലും ഈ നട്ടപ്പാതിരാത്രിക്ക് ഒരാൾ വന്ന് നിൽക്കില്ലല്ലോ. ചേച്ചി അവിടെ എന്തെടുക്കായിരിക്കും എന്നോർത്ത് അവന്മാർ ഒരു നിമിഷം മിണ്ടാതിരുന്നു. ചേച്ചിയുടെ കയ്യിൽ ഒരു തീപ്പെട്ടിയുണ്ട്, തീപ്പെട്ടി കൊള്ളിയുണ്ട്. ചേച്ചി അത് ഉരസിക്കൊണ്ടിരിക്കുക. ഇവന്മാർ മിണ്ടാതെ കേട്ട് നിന്നു. ഈ ഉരസുന്ന സൗണ്ട് കേട്ട് മിണ്ടാതെ നിൽക്കുകയാണ്. ചേച്ചി ഉരസി മൂന്നാമത് ഉരസി തീ കത്തിയതും ചേച്ചി ആ തീപ്പെട്ടിക്കൊള്ളി താഴേക്കിട്ടു. തീപ്പെട്ടിക്കൊള്ളി താഴേക്ക് വന്ന് വീണതും പുഫ് എന്നും പറഞ്ഞ് തീ ആളിപ്പിടിക്കാൻ തുടങ്ങി. ചേച്ചിയുടെ സാരി തൊട്ട് മേളിലേക്ക് തീ ആളി കയറി പിടിച്ചതും ചേച്ചി തിരിഞ്ഞതും ഈ കുട്ടികളെയാണ് ചേച്ചി കണ്ടത്. ജനൽ വഴി തന്നെ നോക്കി നിൽക്കുന്ന രണ്ട് കുട്ടികൾ. അവർ കണ്ടത് കത്തിപ്പിടിക്കുന്ന തീയിൽ തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന രണ്ട് കണ്ണ്. അതോടുകൂടി കേക്ക് തറയിലിട്ട് രണ്ടുപേര് രണ്ടു വഴിക്ക് ഓടി. എങ്ങനെയൊക്കെയോ തപ്പിത്തടഞ്ഞോടി വീടിനകത്ത് വന്ന് വാതിലടച്ചു. രണ്ടുപേർക്കും പിറ്റേ ദിവസം നല്ല പനിയാണ്. അങ്ങനെ ഒരു സീൻ കണ്ട ഏതൊരു കുട്ടികൾക്കും പനി വരില്ലേ? പനിയെന്നല്ല, ആ ഒരു ട്രോമ എത്രത്തോളം അവരെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. രണ്ടുപേർക്കും പനി പിടിച്ചു. അതുകൊണ്ട് തന്നെ അമ്മ അന്ന് അച്ഛൻ്റെ കൂടെ വെജിറ്റബിൾ സ്റ്റോറിൽ പോയില്ല. മക്കളെ നോക്കാൻ വേണ്ടി വീട്ടിൽ തന്നെ നിന്നു. ഒരു 8 മണിയായപ്പോഴേക്കും രാവിലെ കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒരു ഓട്ടോ വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് ഇവരെ കൊണ്ടുപോയി. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയും ഇവന്മാർ പമ്മി അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കുന്നുണ്ട്. ആരെങ്കിലും വരുന്നുണ്ടോ, ആരെങ്കിലും ആൾക്കാർ കൂടേണ്ട സമയം കഴിഞ്ഞു. ചേച്ചി മരിച്ചെന്ന് അവർക്ക് മനസ്സിലായി. ആൾക്കാർ കൂടേണ്ട സമയം കഴിഞ്ഞു, പോലീസ് വരും, അന്വേഷിക്കും, അങ്ങനെയുള്ള ചിന്തകളാണ് പനിക്കപ്പുറം അവന്മാർക്ക് ഉണ്ടായിരുന്നത്. രണ്ടുപേരും ഹോസ്പിറ്റലിൽ ചെന്നു, ഓരോ ഇഞ്ചക്ഷൻ എടുത്തു, മെഡിസിൻ കൊടുത്തു, തിരിച്ച് വീട്ടിലേക്ക് വന്നു.
അവിടെ റെസ്റ്റ് എടുത്തു. ആ ക്ഷീണത്തിൽ അവർ ഉറങ്ങിപ്പോയി. വൈകുന്നേരം എഴുന്നേറ്റതും ജനലയ്ക്ക് പയ്യെ പയ്യെ പോയി നോക്കി. പക്ഷേ ആ വീട്ടിലെങ്ങും ആരുമില്ല. അങ്ങനെ ഒച്ചയനക്കോ ഒരു മരണം നടന്നതിൻ്റെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. നോർമലി ആ വീട് സാധാരണ ദിവസങ്ങളിൽ എങ്ങനെയാണോ ഉണ്ടാവാറ് ഇന്നും അങ്ങനെ തന്നെയാണുള്ളത്. അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും നടന്നതായി ഒന്നുമില്ല. ഇവന്മാർ ഫസ്റ്റ് ഡേ വെയിറ്റ് ചെയ്തു, സെക്കൻഡ് ഡേ വെയിറ്റ് ചെയ്തു, തേർഡ് ഡേയും വെയിറ്റ് ചെയ്തു. 3 ദിവസമായിട്ടും ആ വീട്ടിൽ പ്രത്യേകിച്ചൊരു മരണം നടന്നതിൻ്റെ യാതൊരു തനക്കുമില്ല. അയാൾ രാവിലെ തന്നെ ഒരുങ്ങി എങ്ങോട്ടോ ഇറങ്ങുന്നുണ്ട്. വൈകുന്നേരം 8:30 ആടി ആടി തിരിച്ചു വരുന്നുണ്ട്. വീട്ടിൽ കയറി വാതിലടച്ചതും പിച്ചും പെയ്യും പറഞ്ഞ് ഒച്ചപ്പാടും ബഹളവും പഴയ പോലെ. ഇപ്പം ആരോടായിരിക്കും അയാൾ ഒച്ച എടുക്കുന്നുണ്ടാവുക? ചേച്ചി മരിച്ചില്ലേ? അവർക്കാകെ ടെൻഷനാവാൻ തുടങ്ങി. പയ്യെ പയ്യെ അവർ പരസ്പരം ഇതിനെപ്പറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും പേടിച്ചു തുടങ്ങി. കുഞ്ഞു കുട്ടികളാണ്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് കണ്ടു, അയാൾ ഇനി ഞങ്ങളെ എന്തെങ്കിലും ചെയ്താലോ, അച്ഛനും അമ്മേനെ എന്തെങ്കിലും ചെയ്താലോ, അങ്ങനെയുള്ള തോട്ട്സ്. അവസാനം അവർ തന്നെ റിയലൈസ് ചെയ്തു, ചേച്ചി മരിച്ച് ഇത്രയും ദിവസമായിട്ടും ആരും വീട്ടിലേക്ക് വന്നിട്ടില്ല, ആരും അന്വേഷിച്ചിട്ടില്ലെങ്കിൽ അതിനർത്ഥം ചേച്ചിയുടെ ബോഡി അയാൾ എവിടെയോ ആരും അറിയാതെ ഡംപ് ചെയ്തിട്ടുണ്ടെന്നല്ലേ. പക്ഷേ ഇത് രണ്ടുപേർക്കും മനസ്സിലായെങ്കിലും രണ്ടുപേരും ഇതിനെപ്പറ്റി ഒന്നും പരസ്പരം ചർച്ച ചെയ്തിരുന്നില്ല. പേടിച്ചിട്ടാവും, ചെറിയ കുട്ടികളാണല്ലോ. പിന്നെ അവർ രണ്ടുപേരും സമ്മർ വെക്കേഷൻ കഴിയുന്നത് വരെ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. അച്ഛനും അമ്മയും വെജിറ്റബിൾ സ്റ്റോറിൽ പോയാലും രണ്ടുപേരും വീടിൻ്റെ ഉള്ളിൽ തന്നെ മാക്സിമം സ്പെൻഡ് ചെയ്തു. പുറത്തേക്ക് ഇറങ്ങാനോ അപ്പുറത്ത് എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാനോ ഒന്നിനും നിന്നില്ല. എങ്ങനെയോ കടിച്ചു പിടിച്ച് സമ്മർ വെക്കേഷൻ കഴിഞ്ഞു. സ്കൂൾ തുറന്നു. സ്കൂളിൽ പോവുക, തിരിച്ചു വരിക, അങ്ങനെയുള്ളൊരു പാറ്റേണിൽ മാത്രം അവരുടെ ലൈഫ് ഒതുങ്ങി. അപ്പുറത്തേക്ക് പോവാനോ അപ്പുറത്തെ വീട്ടിലെന്താ ഒന്നും അന്വേഷിക്കാൻ എന്തോ വല്ലാതെ പേടിയായിരുന്നു അവർക്ക്. അങ്ങനെ 1 കൊല്ലം കൂടി കഴിഞ്ഞു. ഇപ്പം അവർ 6th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. എക്സാം കഴിഞ്ഞ് വീണ്ടും ഒരു വെക്കേഷൻ, ഒരു സമ്മർ വെക്കേഷൻ. അങ്ങനെ സമ്മർ വെക്കേഷൻ ടൈമിൽ ഈ തവണ അച്ഛൻ്റെ വെജിറ്റബിൾ സ്റ്റോറിൽ വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് 2 വീക്സ് ഒരു ടൂറ്, അത് കഴിഞ്ഞ് അവർക്ക് അമ്മായിയുടെ വീട്ടിൽ പോയി നിൽക്കാൻ പറ്റി, കസിൻസിൻ്റെ കൂടെ ടൈം എൻജോയ് ചെയ്യാൻ പറ്റി. സോ പയ്യെ പയ്യെ നടന്ന കാര്യങ്ങളും ഈ ഒരു ട്രോമയെല്ലാം ഓൾറെഡി അവരുടെ ഉള്ളിൽ നിന്ന് ഇത് പാതി പോയിട്ടുണ്ടായിരുന്നു. കാരണം പയ്യെ പയ്യെ അവരത് മറന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ വെക്കേഷൻ ടൈമിൽ അവരുടെ ബർത്ത്ഡേ എത്തി. ഇതവണ ബർത്ത്ഡേക്കും ഫാമിലിയിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. ഫാമിലിയിലെ ആകെയുള്ള ട്വിൻസിൻ്റെ ബർത്ത്ഡേ ആണ്. ഒരുപാട് ഗിഫ്റ്റും കസിൻസും എൻജോയ്മെൻറ്റും പാട്ടും ബഹളവും എല്ലാം ഉണ്ടായിരുന്നു. കേക്ക് കട്ട് ചെയ്തു, രണ്ടുപേരും കേക്ക് കഴിച്ചു, പരസ്പരം എക്സ്ചേഞ്ച് ചെയ്തു, അച്ഛനും അമ്മയ്ക്കും കൊടുത്തു, ഫാമിലിയിലുള്ള എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു. അവർ ഉറങ്ങാൻ കിടന്നു. അവർ വേഗം ഉറങ്ങിപ്പോയി. കാരണം ഒരുപാട് ഒച്ചയെടുത്ത് ബഹളം വെച്ച് കളിച്ച് ചിരിച്ച് അങ്ങനെ ടയേർഡായി രണ്ടുപേരും ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് കിച്ചണിൽ ഭയങ്കര കലപില സൗണ്ട്. വരുൺ ഉറങ്ങാനേ പറ്റുന്നില്ല. ഭയങ്കര ഡിസ്റ്റർബൻസ്. വളരെ ലൗഡായി സൗണ്ട് കേൾക്കുകയാണ്. വരുൺ എഴുന്നേറ്റിരുന്നു. അരുൺ നന്നായി ഉറങ്ങുകയാണ്. കൂർക്കം വലിച്ചുറങ്ങുന്നു. അരുണിനെ തട്ടി വിളിച്ചു 2-3 വട്ടം. അരുൺ എഴുന്നേറ്റടാ, എന്തോ സൗണ്ട് കേൾക്കണ്, നീ കേൾക്കല്ലേ? പക്ഷേ അരുണിനൊരു അനക്കവും ഇല്ല. ഈ ആന കുത്തിയാലും അറിയില്ല എന്നൊക്കെ പറയില്ലേ, അതുപോലെ കൂർക്കം വലിച്ചുറങ്ങുകയാണ് അരുൺ. പക്ഷേ വരുണിന് കണ്ണടച്ച് കിടന്നിട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല. ഭയങ്കര ഭയങ്കര ഡിസ്റ്റർബൻസായി ഫീൽ ചെയ്തു. അതെന്താണെന്നറിയാതെ ഒരു സമാധാനം ഇല്ലാത്ത പോലെ. അങ്ങനെ വരുൺ പയ്യെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. ബെഡ്റൂമിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് പയ്യെ സൗണ്ടിൻ്റെ സോഴ്സിൻ്റെ അടുത്തേക്ക് വരുൺ നടന്നു. ആ സൗണ്ട് കേൾക്കുന്നത് കിച്ചൻ്റെ ഉള്ളിൽ നിന്നാണ്. ആരോ ഇങ്ങനെ പിറുപിറുത്തെന്തോ പറയുന്നുണ്ട്. എന്തോ കഴിക്കുന്ന പോലുള്ള ഒരു സൗണ്ട്. വളരെ ശക്തിയിൽ ചവയ്ക്കുന്നു. അത് കൂടാതെ എന്തൊക്കെയോ അനങ്ങുന്നു. അവനാകെ പേടി തോന്നുന്നുണ്ട്. പക്ഷെ അതെന്താ, വല്ല മരപ്പട്ടിയാണോ, അങ്ങനെയൊക്കെയുള്ളൊരു തോട്ട്സാണ് അവൻ്റെ മനസ്സിലേക്ക് പോകുന്നത്. അങ്ങനെ മെല്ലെ അടിവെച്ച് അവൻ കിച്ചൺ ഡോറിൻ്റെ ഫ്രണ്ടിലെത്തി. ഡോർ ഓപ്പൺ ചെയ്തു. ഫുൾ ഡാർക്കാണ്. ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് അമ്മ നേരത്തെ കിടന്നതാണ്. ആ ഇരുട്ടത്തും
ഫ്രിഡ്ജ് തുറന്ന് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലെ ലൈറ്റ് വരുണിന് വ്യക്തമായി കാണാം. പക്ഷേ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്ത് അരുണിന് നേരെയല്ല ഫേസ് ചെയ്തിരിക്കുന്നത്, അതൊരു കോർണറിലാണ്. ഫ്രിഡ്ജിൻ്റെ ഡോർ ഓപ്പണായി കിടക്കുന്ന സൈഡ് മാത്രമാണ് അരുണിന് വ്യക്തമാവുന്നത്. ഫ്രീസർ ഡോർ ഓപ്പൺ ആണ്. അപ്പുറത്ത് ആരോ ഉണ്ട്. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ലൈറ്റ് അടിക്കുന്നുണ്ട്. പക്ഷേ എന്താ അപ്പുറത്തുള്ളതെന്ന് അരുണിന് ചെക്ക് ചെയ്യാതെ കാണാൻ പറ്റില്ല. പക്ഷെ അപ്പുറത്തുള്ളത് എന്തായാലും അതെന്തോ പിറുപിറുത്ത് എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനൊന്ന് ഫ്രീസായി നിന്നു. പേടിയുണ്ട്, പക്ഷേ അതെന്താണെന്നറിയണം. അങ്ങനൊരു തോട്ടാണ് അവൻ്റെ ഉള്ളിലേക്ക് പോയത്. പയ്യെ മെല്ലെ അവൻ റൈറ്റ് സൈഡിലേക്ക് കൈ നീട്ടി തൊട്ടപ്പുറത്തുള്ള പ്ലഗിൽ സ്വിച്ച് ഓൺ ചെയ്തു. സ്വിച്ച് ഓൺ ചെയ്തതും ഫ്രിഡ്ജിൻ്റെ ഡോർ വലിച്ചാരോ അടച്ച പോലെ അരുണൊന്ന് കിടുങ്ങി തിരിഞ്ഞു നോക്കി. ആരുമില്ല. എല്ലാം എല്ലാം നോർമൽ. സിങ്കിൽ കുറേ പാത്രങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു. കഴിച്ചു വെച്ച കുറേ ഗ്ലാസും കുറേ ഡിസ്പോസിബിൾ ഗ്ലാസും അതിൻ്റെ പ്ലേറ്റ്സും ബാക്കി. കിച്ചൺ നോർമലി എങ്ങനെയാണോ ഉണ്ടാവാറ് അതുപോലെ തന്നെ. അവൻ മെല്ലെ നടന്ന് ഫ്രിഡ്ജിനടുത്തേക്ക് എത്തി. ഫ്രീസർ ഡോർ ഓപ്പൺ ചെയ്തപ്പോൾ അവരുടെ ബർത്ത്ഡേ കേക്ക് കഴിച്ച് ബാക്കി വെച്ചത് അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ആ കേക്കിൽ ആരോ കൈ വെച്ച് മാന്തി എടുത്ത പോലെ ഒരു പാടുണ്ട്. ചെറിയ കുട്ടിയായിരുന്നിട്ടും വരുന്ന ഉറപ്പായിരുന്നു അങ്ങനെ ഒരു മാർക്ക് ആ കേക്കിൽ ഉണ്ടായിരുന്നില്ല. ഇത് ശരിക്കും ആരോ മാന്തി എടുത്ത് കഴിക്കാൻ വേണ്ടി എടുത്ത പോലെ തന്നെയാണുള്ളത്. അവൻ ഫ്രീസർ അടച്ചു. ഒരൊറ്റ ഓട്ടം. വാതിലടയ്ക്കാൻ നിന്നില്ല, ലൈറ്റ് ഓഫ് ചെയ്യാൻ നിന്നില്ല, നേരെ ഓടി റൂമിലേക്ക് കയറി. റൂമിലെത്തിയതും അരുൺ നിന്നു. നോക്കുമ്പോൾ അരുൺ ബെഡിൽ എഴുന്നേറ്റിരിക്കുകയാണ്. അരുണിൻ്റെ കൈയും കാലൊക്കെ വിറയ്ക്കുന്നു, വിയർക്കുന്നു, പേടിച്ച് ചുറ്റും നോക്കുന്നു. വരുണും ഇതേ അവസ്ഥ തന്നെ. കൈയും കാലും വിറയ്ക്കുന്നു, പേടിച്ച് ചുറ്റും നോക്കുന്നു. പക്ഷേ രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. വരുൺ മെല്ലെ വന്ന് ബെഡിലിരുന്നു. അരുണും നിവർന്ന് ബെഡിലിരുന്നു. മിണ്ടാതെ കുറേ നേരം അങ്ങനെ തന്നെ ഇരുന്ന് രണ്ടുപേരും പരസ്പരം ചെരിഞ്ഞു കിടന്ന് കണ്ണ് മുറുക്കി അടച്ച് ഉറങ്ങി. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. പിന്നെയും അവരുടെ സമ്മർ വെക്കേഷൻ കഴിഞ്ഞു. അവർക്ക് പുതിയ ക്ലാസ്സിലേക്ക് അവർ പാസ്സായി. വീണ്ടും വെക്കേഷൻസ് വന്നു, വീണ്ടും ബർത്ത്ഡേസും വന്നു. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളും ബർത്ത്ഡേസിൽ അവർക്ക് വന്നു. വരുണിന് ഒരു ബർത്ത്ഡേ പോലും എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അവനെന്നും അവൻ്റെ ബർത്ത്ഡേ കേക്ക് ഐദർ ഒരു പീസ് മിസ്സായതുപോലെ, അല്ലെങ്കിൽ ബർത്ത്ഡേ കേക്ക് കത്തുന്ന പോലെ, അങ്ങനെ കേക്ക് റിലേറ്റഡ് എന്തൊക്കെയോ അവൻ കാണാൻ തുടങ്ങി. അവന് ബർത്ത്ഡേ കേക്ക് അതൊക്കെ ഒരു ട്രോമയാവാൻ തുടങ്ങി. പക്ഷേ അവനതൊന്നും പുറത്ത് പറഞ്ഞിരുന്നില്ല. ഈവൻ അരുണിനോട് പോലും ഇതൊന്നും ഷെയർ ചെയ്തിരുന്നില്ല. അരുൺ എൻജോയ് ചെയ്യുന്നുണ്ട്. അരുൺ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യട്ടെ. രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒരു ദിവസമാണ്. സോ ചെറുതിലേ മുതലേ രണ്ടുപേരും ഒരുമിച്ചാണ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിരുന്നത്. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇപ്പോഴും അരുണുണ്ടെന്നായിരുന്നു വരുൺ വിശ്വസിച്ചിരുന്നത്. പക്ഷെ വരുണിന് ഉണ്ടായിരുന്ന ഇൻസിഡൻസ് ഒന്നും തന്നെ അരുൺ അവെയർ ആയിരുന്നില്ല. പക്ഷെ എന്തുകൊണ്ടോ വരുണും ഒട്ടും ഓക്കെ ആയിരുന്നില്ല. മേ ബി അവർ ട്വിൻസ് ആയതുകൊണ്ട് ഒരാളുടെ ഇമോഷൻ മറ്റേയാളെ അറിയാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ +2 വരെ കഴിഞ്ഞു. അങ്ങനെ +2 കഴിഞ്ഞതും എങ്ങനെയെങ്കിലും ഈ നശിച്ച നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും രക്ഷപ്പെടണം എന്നുള്ള തോട്ട് മാത്രമായിരുന്നു വരുണുണ്ടായിരുന്നത്. അവൻ ഇത്രയും നാളും ആ ഒരു ട്രോമ, ആ ബർത്ത്ഡേസിൽ ഉണ്ടാവുന്ന ആ ഇൻസിഡൻസ്, അതൊന്നും അവന് ഇനി താങ്ങാൻ പറ്റുമായിരുന്നില്ല. ലൈഫ് ലോങ് ഇതും കൊണ്ട് ജീവിക്കാൻ അവന് പറ്റില്ലായിരുന്നു. അവന് തോന്നിയത് ആ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ടാ, ആ നാട്ടിലുള്ളതുകൊണ്ടാ തനിക്ക് ഇങ്ങനത്തെ ഇൻസിഡൻസൊക്കെ വരുന്നത് എന്നവനൊരു ഫീൽ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി ഈ നാട്ടിൽ നിന്നും ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണം. അതിനവൻ കണ്ടുപിടിച്ച വഴിയാണ് ബാംഗ്ലൂരിൽ MBA പഠിക്കാൻ പോവുക. അങ്ങനെ +2 കഴിഞ്ഞതും ബാംഗ്ലൂർ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത്
വരുൺ അങ്ങോട്ടേക്ക് ഷിഫ്റ്റായി. അരുണാണെങ്കിൽ ആക്ച്വലി അവന് +2 പഠിക്കുമ്പോൾ ചെറിയൊരു റിലേഷനൊക്കെ ഉണ്ടായിരുന്നു. സോ ആ കുട്ടി UK ഹയർ സ്റ്റഡീസിന് പോയതും അരുണും അച്ഛനും അമ്മേനെ സോപ്പിട്ട് UK തന്നെ പോയി. അവൻ അവിടെയും പുതിയൊരു കരിയറും പുതിയൊരു ലൈഫും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അവരൊരുമിച്ചില്ലാത്ത ഫസ്റ്റ് ബർത്ത്ഡേ വന്നു. അരുണിന് ഒരുപാട് സമാധാനമായിട്ട് ഫീൽ ചെയ്തു. ഇനി അങ്ങനത്തെ ഒരു ഇൻസിഡൻസും കാര്യങ്ങളും ലൈഫിൽ ഉണ്ടാവില്ല എന്ന് വരുണിന് ഉറപ്പായിരുന്നു. അരുണും ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു. ആക്ച്വലി അവൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെയുള്ള ഫസ്റ്റ് ബർത്ത്ഡേ, അതും ഫാമിലിയുടെ പ്രഷറും കാര്യങ്ങളൊന്നും ഇല്ലാതെ അവനും ഗേൾ ഫ്രണ്ടും കുറച്ച് ഫ്രണ്ട്സും കൂടി ഒരു പാർട്ടി വൈബിൽ എൻജോയ് ചെയ്യാം എന്നൊക്കെ കരുതി അവർ ഒരു ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിൽ ഒത്തുകൂടി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് എല്ലാവരും കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അരുണിൻ്റെ ഫോണിലേക്ക് വരുണിൻ്റെ കോൾ വന്നു. ഒരുമിച്ചില്ലാത്ത ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ, ബ്രദർ വിഷ് ചെയ്യാൻ വിളിക്കായിരിക്കും എന്ന് ഗേൾ ഫ്രണ്ട് പറഞ്ഞു. ശരി, ഞാൻ അവനോടൊന്ന് സംസാരിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് അവൻ എക്സ്ക്യൂസ് ചെയ്ത് കോൾ അറ്റൻഡ് ചെയ്ത് നടന്ന് ബാൽക്കണിയിലേക്ക് നീങ്ങി. കോൾ അവൻ ചെവിയിൽ വെച്ചതും അപ്പുറത്തെ സൈഡിൽ നിന്ന് വളരെ സോഫ്റ്റായ ഒരു ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇത് കേട്ടതും അരുണിൻ്റെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. ചെറുപ്പം മുതലേ അവൻ്റെ 6th സ്റ്റാൻഡേർഡിലെ ബർത്ത്ഡേ മുതലേ അവൻ കേട്ടുകൊണ്ടിരിക്കുന്നതാണിത്. എവിടെ ചെന്നാലും എവിടെ നോക്കിയാലും അവൻ്റെ ബർത്ത്ഡേക്ക് വിയേർഡായി ആരെങ്കിലുമൊക്കെ ഇതുപോലെ വിഷ് ചെയ്യും. പക്ഷേ ഈ സമയം ഇന്ന് ആ സൗണ്ട് ആരുടെയാണെന്ന് അവൻ ഓർമ്മ വന്നു. ഇന്ന് അവൻ ആ ഫോണിൽ അപ്പുറത്തെ സൈഡിൽ കേട്ട സൗണ്ട് ആ ചേച്ചിയുടെ ആയിരുന്നു. അവൻ 5th പഠിക്കുമ്പോൾ വീട് ഷിഫ്റ്റ് ചെയ്ത് അവരുടെ നാട്ടിലേക്ക് വന്ന ആ ചേച്ചി, ദുരൂഹ സാഹചര്യത്തിൽ തീ കൊളുത്തി മരിച്ച ആ ചേച്ചി. അവന് എല്ലാം ക്ലിയറായി. അവനാകെ ഷോക്കായ പോലെയായി. തിരിച്ചു വന്ന അരുണിനെ കണ്ട് ഗേൾ ഫ്രണ്ട് ആകെ കൺഫ്യൂസ്ഡായി. എല്ലാവരും നോർമലായി എൻജോയ് ചെയ്താലും ഗേൾ ഫ്രണ്ട് മനസ്സിലായി അരുണിന് എന്തോ സാരമായ പ്രശ്നമുണ്ടെന്ന്. അവൾ മെല്ലെ അവൻ്റെ അടുത്ത് ചെന്നിട്ട് കാര്യം അന്വേഷിച്ചു. എന്തു പറ്റി, നീ എന്താ വളരെ മൂഡ് ഓഫ് ആയത്, ബ്രദർ എന്തെങ്കിലും പറഞ്ഞോ, രണ്ടുപേരും ഒരുമിച്ചില്ലാത്ത ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ടാണോ ഇങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കണേ എന്ന് ചോദിച്ചു. ആക്ച്വലി അവനാകെ ഡൗൺ ആയിരുന്നു. വീട്ടിൽ നിന്ന് തിരിച്ച് വന്ന് വീട്ടിൽ നിന്ന് മാറി നിന്ന, നാട്ടിൽ നിന്ന് മാറി നിന്ന ഈ ട്രോമ മാറുമെന്ന് വരുണിനെ പോലെ തന്നെ അവനും വിചാരിച്ചിരുന്നു. ചെറുപ്പം മുതലേ വരുണിനുണ്ടായിരുന്ന പോലെ അരുണിനും ഒരുപാട് ഇൻസിഡൻസ് ഇതുപോലെ ഉണ്ടായിരുന്നു. അവനിതെല്ലാം ഗേൾ ഫ്രണ്ടിനോട് പറഞ്ഞു. എടി, എനിക്കിതെങ്ങനെ പറയണമെന്നറിയില്ല, ഞാനിങ്ങനെ 5th പഠിക്കുമ്പോൾ ഇങ്ങനൊരു കാര്യം ഉണ്ടായി. ഇങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചേച്ചി വന്ന് താമസിച്ചു. ആ ചേച്ചി ഇങ്ങനെ തീ കൊളുത്തി മരിക്കുന്നത് ഞാനും എൻ്റെ ബ്രദറും കണ്ണുകൊണ്ട് കണ്ടതാ. പക്ഷേ ഒരു കുഴപ്പമുണ്ടായില്ല. അച്ഛൻ്റെ ഹസ്ബൻഡ് ഇപ്പോഴും ആ നാട്ടിലുണ്ട്. ആരും ആ ചേച്ചി മരിച്ചതറിഞ്ഞിട്ടില്ല. പക്ഷേ ആ ചേച്ചി മരിച്ച് പിറ്റേ കൊല്ലത്തെ ബർത്ത്ഡേ തൊട്ടിട്ട് എനിക്ക് ഓരോരോ എക്സ്പീരിയൻസസാണ്. അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ ആരും എൻ്റെ ചെവിയിൽ വന്ന് ഹാപ്പി ബർത്ത്ഡേ പാടിയ പോലെ. ഞാൻ ഞെട്ടി എഴുന്നേറ്റ് നോക്കുമ്പോൾ വരുൺ എൻ്റെ അടുത്തില്ല. ഞാൻ ആകെ പേടിച്ച് വിറച്ച് നിൽക്കുമ്പോൾ വരുൺ ഓടി വന്നു. അപ്പോഴാണ് എനിക്കൊരു ശ്വാസം നേരെ വീണത്. അങ്ങനെ ഞാൻ കിടന്നുറങ്ങി. പിറ്റേ കൊല്ലം ഇതുപോലെ ഓരോരോ ഇൻസിഡൻസ്. ക്ലാസ്സിൽ മിഠായി വിതരണം ചെയ്യുമ്പോൾ ബാക്ക് ബെഞ്ചിലിരുന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കി വിയേർഡായി നിന്ന് ഹാപ്പി ബർത്ത്ഡേ പാടുന്നു. എനിക്കെന്തോ പലരും ഹാപ്പി ബർത്ത്ഡേ പറയുമ്പോൾ സന്തോഷമല്ല, ഉള്ളൊന്ന് കിടുങ്ങുന്ന പോലെ തോന്നുന്നു. ഞാനന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മലപ്പുറത്ത് പോയെന്ന് ഇതുപോലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് വഴി തെറ്റി ഏതോ സ്ഥലത്തെത്തി ഒരു ഓട്ടോ ഡ്രൈവറുടെ ഓട്ടോയിൽ കയറി ഞാൻ തിരിച്ച് ഹോട്ടലിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് അയാൾ വണ്ടി നിർത്തി തിരിഞ്ഞു നോക്കി എന്നെ നോക്കി ഹാപ്പി ബർത്ത്ഡേ പാടി. 5 മിനിറ്റ് കഴിഞ്ഞ് അയാൾ നോർമലായി തിരിഞ്ഞിരുന്ന് വണ്ടി ഓടിച്ചു പോയി. എനിക്ക് അറിയില്ല എന്താ സംഭവിക്കുന്നതെന്ന്. ഞാൻ ആകെ പട്ട് പിടിച്ച പോലെയാണ്. ഞാൻ ശരിക്കും UK വന്നത് തന്നെ ഈ ട്രോമയൊക്കെ ഒന്ന് മാറാനാണ്. എൻ്റെ മനസ്സിൽ നിന്ന് തന്നെ ഇത് പോയി
ഞാൻ വേറൊരു ലൈഫിന് വേണ്ടി വന്നത്. ഇപ്പം ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ തന്നെ. ഇന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ ആ കേൾക്കുന്നതും എന്നോടിത് പറയാൻ ശ്രമിക്കുന്നതും അന്നത്തെ ആ ചേച്ചിയാണ്. ആ ചേച്ചിയുടെ സൗണ്ട് ഇന്ന് ഞാൻ വ്യക്തമായി കേട്ടതാ. അവസാനം ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് അന്ന് പണ്ടൊക്കെ ഞാൻ ഓരോ തമാശ പറയുമ്പോഴും ഞങ്ങളുടെ ഓരോ കുസൃതികൾ കണ്ട് ആ ചേച്ചി ചിരിക്കുമായിരുന്നു. അതേ ചിരി ഞാനിന്ന് ആ ഫോണിൽ കേട്ടു. എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. എനിക്കറിയില്ല എന്നവൻ ദയനീയമായി അവളോട് പറഞ്ഞു. ഇത് കേട്ടതും ഗേൾ ഫ്രണ്ട് അവനോട് പറഞ്ഞു, നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിൻ്റെ സിറ്റുവേഷനും എനിക്ക് മനസ്സിലായി. പക്ഷേ നിങ്ങളന്ന് ചെയ്തത് വലിയ തെറ്റാ. ആ ചേച്ചിക്ക് എന്താ സംഭവിച്ചതെന്ന് പിന്നെ നിങ്ങൾ അന്വേഷിക്കാതിരുന്നത് എന്താ? ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി സ്നേഹിച്ച ഒരാളല്ലേ. ആ ചേച്ചിക്ക് അങ്ങനൊരു സിറ്റുവേഷൻ വന്നിട്ട് അത് ചെയ്തവൻ ഒരു പ്രശ്നവും ഇല്ലാതെ ആ നാട്ടിലിപ്പോഴും ജീവിക്കാന്ന് പറഞ്ഞാൽ അത് ശരിക്കും മോശമല്ലേ അരുൺ എന്തായാലും ഇത് ബ്രദറിനെ വിളിച്ച് പറയണം. ബ്രദറിനോടെങ്കിലും അരുണിത് പറയായിരുന്നു. ഇതെന്തായാലും നിങ്ങൾ സോർട്ട് ചെയ്തേ പറ്റുള്ളൂ. ലൈഫ് ലോങ് ഇതുകൊണ്ട് തന്നെ നടക്കാനാണോ നിങ്ങളുടെ തീരുമാനം എന്നൊക്കെ ചോദിച്ച് ഗേൾ ഫ്രണ്ട് അവനെ ഒരുപാട് കൺഫ്യൂസ് ചെയ്യുന്ന പോലെ സംസാരിച്ചു. അവസാനം അവനും തീരുമാനിച്ചു, ഇല്ല ഇനി എങ്ങോട്ടും ഒളിച്ചോടിയിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നറിഞ്ഞേ പറ്റുള്ളൂ. വരുണിനോടെല്ലാം പറയണം എന്നരുൺ തീരുമാനിച്ചു. പിറ്റേ ദിവസം രാവിലെ വരുണിനെ വിളിച്ചു. എനിക്ക് സീരിയസ് ആയിട്ട് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഞാനൊരു 5 ദിവസത്തേക്ക് UK നിന്ന് വരികയാണ്. ഏർജൻറ്റ് കാര്യമാണ്. നീയും നാട്ടിലേക്ക് വരണം. നമുക്ക് വലിയൊരു കാര്യം ചെയ്തു തീർക്കാനുണ്ട്. പക്ഷേ വരുണിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയ റെസ്പോൺസ് അരുൺ എക്സ്പെക്ട് ചെയ്തിരുന്ന പോലെയല്ല. വരുൺ പറഞ്ഞു, എടാ ഞാനും നിന്നോടത് പറയണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഞാനും നാട്ടിലേക്ക് വരാം. എനിക്കും നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നമുക്ക് എന്തായാലും കാണാം. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. നീ 2 ദിവസം കഴിഞ്ഞായിരിക്കുമല്ലോ വരുന്നുണ്ടാവുക എന്ന് വരുണും പറഞ്ഞു. ഫൈൻ. അങ്ങനെ രണ്ടുപേരും അവർ കളിച്ച് വളർന്ന വീട്ടിലേക്ക് എത്തി. വരുൺ വന്ന് അവിടെ സെറ്റിലായി 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് അരുൺ വന്നത്. അരുൺ വന്ന അന്ന് രാത്രി അരുൺ എല്ലാം വരുണിനോട് ഷെയർ ചെയ്തു. അവനുണ്ടായിരുന്ന എക്സ്പീരിയൻസ്, അവൻ കേൾക്കുന്ന ഹാപ്പി ബർത്ത്ഡേ വിഷസ്, റാൻഡമായി കേൾക്കുന്ന വിയേർഡായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അവന് ലാസ്റ്റ് ടൈം ഉണ്ടായിരുന്ന കോൾ എല്ലാം. ഇതെല്ലാം കേട്ട് വരുൺ മിണ്ടാതിരിക്കുമായിരുന്നു. അരുൺ വരുണിനോട്, എടാ എനിക്കിത് നിന്നോട് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇതെൻ്റെ മാത്രം തോന്നലാണോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ട്, നീ ആണെങ്കിൽ ഒരുപാട് ഹാപ്പിയാണ് നമ്മുടെ ബർത്ത്ഡേക്ക്. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ആ ദിവസം കളയുന്നത് എനിക്കതൊട്ടും ഓക്കെ ആയി തോന്നിയില്ല. ഞാൻ അതാ നിന്നോടൊന്നും, എടാ നിന്നോട് ഞാനും ഇതൊക്കെ തന്നെയാണ് പറയണമെന്ന് വിചാരിച്ചത്. ആ ചേച്ചി മരിച്ചു കഴിഞ്ഞിട്ടുള്ള പിന്നെ അങ്ങോട്ടുള്ള എല്ലാ ബർത്ത്ഡേസിലും നമ്മുടെ ബർത്ത്ഡേ കേക്കിൽ ഒരു പീസ് മിസ്സിങ് ആവുമായിരുന്നു. നീ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. എൻ്റെ കണ്ണിന് കാണാൻ വേണ്ടി മാത്രം ഒരു കേക്ക് പീസ് മിസ്സാവുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കൗണ്ട് ചെയ്യാൻ തുടങ്ങിയടാ. നമ്മൾ ഓരോ ബർത്ത്ഡേ കേക്ക്സും കട്ട് ചെയ്ത് കഴിഞ്ഞ് പീസസ് എത്രണ്ണമുണ്ട് ഞാൻ കൗണ്ട് ചെയ്യാൻ തുടങ്ങി. ചില രാത്രികളിൽ തട്ടും മുട്ടും കേട്ട് ഞാൻ കിച്ചണിൽ പോയി നോക്കുമ്പോൾ ആരോ കേക്ക് കഴിച്ചിട്ട് പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. പിന്നെ അങ്ങനെ എനിക്ക് ഇതുവരെ ഒരു ബർത്ത്ഡേ കേക്ക് മനസ്സമാധാനമായിട്ട് കട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലടാ. അന്ന് തൊട്ട് ഞാൻ ഓരോ ബർത്ത്ഡേക്ക് കട്ട് ചെയ്യുമ്പോഴും പേടിച്ചാണ് നിനക്ക് എക്സ്ചേഞ്ച് ചെയ്തിരുന്നത്. ഇന്ന് രാത്രി ഈ കേക്ക് കഴിക്കാൻ ആരോ വരും, അയാൾ എൻ്റെ മുമ്പിൽ വരും, എനിക്ക് വീണ്ടും ഒരു ട്രോമ തരും എന്നൊക്കെ ഓർത്ത് ഒരുപാട് ഞാൻ വിഷമിച്ചിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ബാംഗ്ലൂർക്ക് ഷിഫ്റ്റ് ആയതും ഈ ഒരു കാരണം കൊണ്ടാണ്. എനിക്ക് ഈ ഒരു ട്രോമയിൽ ഇനി നിൽക്കാൻ പറ്റില്ലെന്നുള്ളത് കൊണ്ടാണ് എനിക്ക് ഒട്ടും താല്പര്യമില്ലാഞ്ഞിട്ടും കുറച്ചധികം ദൂരേക്ക് ഞാൻ നിന്നെ വിട്ടു പോയത്. പക്ഷേ നമ്മുടെ കഴിഞ്ഞ ബർത്ത്ഡേക്ക്, നീ ഇല്ലാത്ത എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ, ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ റൂമിലേക്ക് വരാമെന്ന് പറഞ്ഞു. ഞാൻ ആക്ച്വലി അവരുടെ കൂടെ ഇരുന്ന് കട്ട് ചെയ്യാൻ ഒരു കേക്ക് ഓർഡർ ചെയ്തു. കേക്ക് അവർ വരുന്നതിനും 1/2 hour മുമ്പേ റീച്ചായി. കേക്കെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കാം, അവർ വന്നിട്ട് കേക്ക് കട്ട് ചെയ്ത് ചെറിയ ഡ്രിങ്ക്സൊക്കെ അടിച്ച് ഒന്ന് ചില്ല് ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ കേക്ക് ബോക്സ് ഓപ്പൺ ചെയ്തു. അതിലും ഒരു പീസ് മിസ്സിങ് ആയിരുന്നടാ. അതും ആരോ അള്ളിയെടുത്ത് കഴിച്ചതുപോലെ. പിന്നെ എനിക്ക് മനസ്സിലായി, എനിക്ക് ഈ ലൈഫിൽ സമാധാനമായിട്ടൊരു കേക്ക് കട്ട് ചെയ്യാൻ ഇനി പറ്റില്ലെന്ന്.
നിന്നോട് ഇത് എന്തായാലും ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. എൻ്റെ ഈ പ്രശ്നം നിനക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നി. നിന്നോട് ഞാൻ പറയാതിരുന്നതും ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. നീ ഹാപ്പി ആയിട്ട് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഞാനെങ്ങനെ നിന്നോട് പറയാം കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ രാത്രി എനിക്ക് ഉറക്കം ഉണ്ടാവില്ല എന്ന്. സമാധാനമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞ് ഞാൻ കിടക്കേണ്ടി വരുന്നു. കിച്ചണിൽ ആരോ പരതി കേക്കിൻ്റെ പീസ് എടുത്ത് കഴിക്കുന്നത് ഞാൻ കാണേണ്ടി വരുന്നു. എനിക്കറിയില്ലടാ, എനിക്കറിയില്ല എന്താ സംഭവിക്കണേന്ന്. ആക്ച്വലി വരുണിൻ്റെ ഈ നിസ്സഹായാവസ്ഥ കണ്ട് അരുണിനും സഹതാപം തോന്നി. രണ്ടുപേരും ഒരേ സിറ്റുവേഷനിലൂടെ തന്നെ കടന്നുപോയി. പക്ഷേ രണ്ടുപേരും പരസ്പരം അത് ഷെയർ ചെയ്തിരുന്നില്ല. പക്ഷേ അരുണിനറിയാം ആക്ച്വലി ഇപ്പം ഇത് സംഭവിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന്. അരുൺ വരുണിനോട് പറഞ്ഞു, എടാ നമുക്ക് സത്യാവസ്ഥ അറിയണം. ആ ചേച്ചിക്ക് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയണം. ആ ചേച്ചി നമ്മളോടെന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് എന്തായാലും അയാളെ പോയി അയാൾ എന്താ ചെയ്ത ആ ചേച്ചിയുടെ ബോഡിയിൽ നിന്ന് അറിഞ്ഞേ പറ്റുള്ളൂ. അങ്ങനെ രണ്ടുപേരും ആ ചേച്ചിക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടി തയ്യാറായി. പിറ്റേ ദിവസമായി. രാവിലെ അയാൾ 8:30 ആകുമ്പോഴേക്കും പോകും. ആ ടൈമിൽ അയാളെ പിടിക്കുക നടക്കുന്ന കേസല്ല. സോ ഈവനിങ് ഒരു 8:30 ആകുമ്പോൾ തിരിച്ചു വരുന്ന അയാളെയും കാത്ത് 7:30 തന്നെ രണ്ടുപേരും അയാളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കാത്തുന്നു. 8:30 ആയതും ഇയാൾ വന്നു. പഴയ പോലെ മുഷിഞ്ഞ കൈലി, ഓർഡർ തെറ്റി ബട്ടൺ ഇട്ടിരിക്കുന്ന ഷർട്ട്, നീണ്ട താടി, നീണ്ട മുടി, ആകെയുള്ള വ്യത്യാസം അവിടെ അവിടെയായിട്ട് നന്നായി നരച്ചിട്ടുണ്ട്. അയാൾക്ക് നല്ല പ്രായമായി, കാരണം ഇവരും വളർന്നുല്ലോ. ഇവരെ കണ്ടതും അയാൾ ഒന്ന് ഷോക്കായി. കാരണം ഈ കുട്ടികളങ്ങനെ ഇയാളുമായിട്ട് മിങ്കിളായിട്ടൊന്നുമില്ല. ഇയാൾക്ക് ആരുമായിട്ട് സമ്പർക്കവുമില്ല. അയാൾ ചോദിച്ചു, ആ നിങ്ങൾ ബാലഞ്ചേട്ടൻ്റെ മക്കളല്ലേ, എന്താ അവിടെ എന്തെങ്കിലും വിശേഷമുണ്ടോ? വരും പറഞ്ഞു, ആ ചേട്ടാ വിശേഷമുണ്ട്, പറയാം, ചേട്ടൻ ആദ്യം വാതിൽ തുറക്ക്, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. അയാൾക്ക് പെട്ടെന്നെന്തോ പന്തികേട് തോന്നി. എന്നാലും അയാൾ പോക്കറ്റിലിട്ടിരുന്ന കീ എടുത്ത് വാതിൽ ഓപ്പൺ ചെയ്തു. രണ്ടുപേരെയും വീട്ടിലേക്ക് വിളിച്ചു ഇരുത്തി. കസേരയിലിരുന്നതും അരുൺ പറയാൻ തുടങ്ങി, ചേട്ടാ മുഖവരി ഒന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. ചേട്ടൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എന്താ ചെയ്തതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ചേച്ചിക്ക് എന്താ സംഭവിച്ചതെന്നും ഞങ്ങളന്ന് വ്യക്തമായിട്ട് കണ്ടതാ. ഞങ്ങൾക്കാകെ ഒരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി, ചേച്ചിയുടെ ബോഡി എവിടെയാ. അയാളിത് കേട്ട്, നിങ്ങളെന്താ പറയണേ, എനിക്ക് മനസ്സിലായില്ല. എന്ത് വർഷങ്ങൾക്ക് മുമ്പോട് സംഭവിച്ചു? ഏത് ബോഡി? നിങ്ങളെന്താ പറയണേ? വരുണിത് കേട്ടതും ദേഷ്യം കൊണ്ട് അങ്ങ് കൺട്രോൾ കിട്ടും. നിങ്ങളുടെ ഈ അഭിനയവും കാര്യങ്ങളൊന്നും ഞങ്ങളുടെ മുമ്പിൽ നടക്കില്ല. അന്ന് ഇവിടെ സംഭവിച്ചത് ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതാണ്. നിങ്ങൾ ഞങ്ങളോട് സത്യം പറഞ്ഞില്ലെങ്കിൽ നാളെ രാവിലെ പോലീസായിരിക്കും നിങ്ങളോട് വന്നത് ചോദിക്കുക. ഇവിടെ നടന്നത് എന്താണെന്ന് അവർക്കൊന്ന് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. എവിടെയാ, ഈ പറമ്പിലെവിടെയെങ്കിലും ആണോ നിങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്നത്? പറ, ഞങ്ങളോട് പറ. ഞങ്ങൾ അനുഭവിക്കുന്ന ട്രോമ എന്താണെന്ന് നിങ്ങൾക്ക് അറിയൂ. അന്ന് അത് കണ്ടതിന് ശേഷം ഞങ്ങൾക്ക് ഒരു ബർത്ത്ഡേ പോലും മര്യാദക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ ട്രോമയിലാണ് ഞങ്ങൾ ഇന്നും ജീവിക്കുന്നത്. ചേച്ചിക്ക് എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ. നിങ്ങൾ ഏത് ചേച്ചിയുടെ കാര്യമാണ് മക്കളീ പറയുന്നത്? എന്ത് സംഭവിച്ചു എന്ന്? നിങ്ങൾ വീട് വല്ലതും മാറിയിട്ടാണോ, അല്ലെങ്കിൽ വല്ലതും അടിച്ചിട്ടാണോ വന്നേക്കണേ, പുകച്ചിട്ടാണോ വന്നേക്കണേ? നിങ്ങളെന്താ ഈ സ്ഥിരകാലബോധം ഇല്ലാതെ സംസാരിക്കണേ? നിങ്ങൾ ആരുടെ കാര്യമാണ് ചോദിക്കണേ? വരുൺ ചാടി എഴുന്നേറ്റ് അയാളുടെ കോളറി കുത്തിപ്പിടിച്ചു. എടോ, ഞാൻ നിങ്ങളുടെ ഭാര്യയുടെ കാര്യം ചോദിക്കണേ. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ കത്തിച്ച് എവിടെയാണ് കുഴിച്ചിട്ടത്? ഇത് കേട്ടതും അയാളൊന്ന് സ്റ്റക്കായി. നിങ്ങളെന്താ പറഞ്ഞേ? എടോ, നിങ്ങളുടെ ഭാര്യനെ എവിടെയാ നിങ്ങൾ കുഴിച്ചിട്ടേന്ന്? കുറച്ച് നേരത്തേക്ക് അയാളൊന്നും സംസാരിച്ചില്ല. വരുണും അയാൾ ഇത് കേട്ട ഷോക്കിലാണെന്ന് തെറ്റിദ്ധരിച്ചു. ഒന്ന് കാമായി അയാൾ കഥ പറഞ്ഞു തുടങ്ങി. ഞാനും വൈഫും ഒരു മോനുമായിരുന്നു ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നത്. വളരെ ഹാപ്പി ആയിട്ടായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. എനിക്ക് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവിൻ്റെ പണിയായിരുന്നു. എൻ്റെ ഭാര്യ ഒരു ഹൗസ് വൈഫായിരുന്നു. ഞങ്ങളുടെ മോൻ 5ാം ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്. നല്ലൊരു മോനാ. ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് നാൾ കാത്തിരുന്നുണ്ടായതാണ്. പൊന്നുപോലെയാണ് ഞങ്ങൾ നോക്കിയിരുന്നത്. ഞങ്ങളുടെ കണ്ണിൽ കൃഷ്ണമണി പോലെ. പിണങ്ങിപ്പോയ അച്ഛനും അമ്മയൊക്കെ ഒരു ദിവസം ഞങ്ങളെ കാണാൻ വീട്ടിൽ വന്നു. മോനെ കണ്ടത് അവർക്ക് ഒത്തിരി സന്തോഷമായി.
അന്ന് അവനെ ക്ലാസ്സിലൊന്നും വിടണ്ടെന്ന് തന്നെ പറഞ്ഞിരുന്നതാ. പക്ഷേ മോൻ ഒരേ നിർബന്ധമായിരുന്നു. അന്ന് മാത്സ് ടീച്ചറുടെ ബർത്ത്ഡേയാ, പോകണം, അവനുണ്ടാക്കിയ ബൊക്കെ ടീച്ചർക്ക് കൊടുക്കണം എന്നൊക്കെ. അച്ഛനും അമ്മയൊക്കെ വന്നതല്ലേ ഉള്ളൂ. മോനാണെങ്കിൽ സ്ഥിരം പോകുന്ന വഴിയും അറിയാം. ഭാര്യ അന്ന് മോനെ ഒറ്റയ്ക്ക് വിട്ടു. അങ്ങനെ അവൾ അച്ഛനും അമ്മേനെയും ട്രീറ്റൊക്കെ ചെയ്ത് വീട്ടിൽ തന്നെ നിന്നു. കുറച്ച് കഴിഞ്ഞ് ഒരു ഫോൺ വന്നു. പോകുന്ന വഴി ഒരു ബസ് ഇടിച്ച് മോൻ മരിച്ചു. അന്ന് എനിക്ക് എൻ്റെ മോനെ മാത്രമല്ല അവളെ നഷ്ടപ്പെട്ടിരുന്നു. അവൾ പിന്നെ എന്നോടൊന്നല്ല ആരോടും മിണ്ടാതായി. റൂമിൽ തന്നെ അടഞ്ഞിരിക്കും. മോനെ കൊന്നത് അവളാ, അവളുടെ ശ്രദ്ധക്കുറവാ എന്നൊക്കെ പറഞ്ഞ് സ്വന്തമായിട്ട് കുറേ കുറ്റപ്പെടുത്തും. കുറേ നാൾ ഞാൻ ജോലിക്കൊന്നും പോവാതെ അവളെ നോക്കി വീട്ടിൽ തന്നെ ഇരുന്നു. അങ്ങനെ എനിക്ക് ജോലിക്ക് പോയേ പറ്റുള്ളൂ എന്നുള്ളൊരു സ്ഥിതി വന്ന സമയത്ത് അവിടെ പയ്യെ ഓക്കെ ആയെന്ന് എനിക്ക് തോന്നി. ഞാനങ്ങനെ ജോലിക്ക് പോയി തുടങ്ങി. ഒരു ദിവസം, മോൻ്റെ ഓർമ്മ ദിവസം, അവൾ അടുക്കളയിൽ തീ കൊളുത്തി സ്വന്തമായിട്ട് മോൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പോയി. അതോടുകൂടി എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റാതായി. മോനില്ല, അവളില്ല, ആ ഓർമ്മകളും എല്ലാം കൂടി എനിക്ക് വട്ട് പിടിക്കുന്നതായപ്പോഴാണ് അവിടുത്തെ പ്രോപ്പർട്ടിയും മറ്റു കാര്യങ്ങളെല്ലാം വിറ്റുപറക്കി ഞാനിവിടെ വന്ന് താമസിച്ചത്. അന്ന് ഞാനിവിടെ ഒറ്റയ്ക്കാണ് വന്നത്. ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്. ഇവിടെ എൻ്റെ വൈഫോ മോനോ ഇല്ല. പക്ഷെ അവരെന്നും എൻ്റെ ഉള്ളിലുണ്ട്. അവരെൻ്റെ കൂടെ തന്നെയുണ്ട്. നിങ്ങളീ പറയുന്നത് എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാവണില്ല. അവൾ കത്തി മരിച്ചതാണോ എന്ന് ചോദിച്ചാൽ അതെ, അവൾ സ്വയം തീ കൊളുത്തി മരിച്ചതാണ്. ഇനിയും ഞാൻ പറയണത് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ എൻ്റെ നാട്ടിലോ വീട്ടിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പോയി അന്വേഷിക്കാം. അതല്ല നിങ്ങൾ പറഞ്ഞ പോലെ പോലീസിനെ വരുത്ത്, അവരന്വേഷിക്കട്ടെ. എനിക്കിതേ പറയാനുള്ളൂ കുട്ടികളെ. ഇനി ഒരുപാട് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. നിങ്ങളോടൊന്ന് പോ. ഇത്രയും കേട്ടതും അവർക്ക് എന്ത് പറയണമെന്ന് അറിയാതെ ഒരു സമ്മർ വെക്കേഷൻ ടൈം മൊത്തം ആ ചേച്ചി അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ കളിച്ച് ചിരിച്ച് തമാശ പറഞ്ഞ് അവരെ ഊട്ടി സന്തോഷിപ്പിച്ച് ആ ചേച്ചി അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അയാളുടെ കൂടെ അന്ന് തല കുമ്പിട്ട് ആ ചേച്ചി കയറി വന്ന അന്ന് തൊട്ട് തീ കൊളുത്തി മരിക്കുന്ന അന്ന് വരെ എല്ലാ ദിവസവും അവർ ആ ചേച്ചിയുടെ അടുത്ത് പോകുമായിരുന്നു. അപ്പോൾ അന്നൊന്നും അവിടെ ആ ചേച്ചി ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങോട്ട് അരുണും വരുണും ബർത്ത്ഡേസൊക്കെ ഒട്ടും പേടിയില്ലാതെ ആഘോഷിച്ചു തുടങ്ങി. അവർക്കറിയാം അവരെ വിഷ് ചെയ്ത് ആരെങ്കിലും റാൻഡമായിട്ട് വരും, അല്ലെങ്കിൽ അവരുടെ കേക്കിൽ നിന്നൊരു പീസ് മിസ്സാവും. പക്ഷേ അവരതൊക്കെ അവരുടെ അമ്മയ്ക്ക് കൊടുക്കുന്നതായിട്ട് വിചാരിച്ചു. മകനെ നഷ്ടപ്പെട്ടൊരമ്മ സ്വന്തം മകനായി 2 മക്കളെ കണ്ടു. അവരുടെ കൂടെ അവരുടെ ഓരോ ബർത്ത്ഡേസും സെലിബ്രേറ്റ് ചെയ്തു. ഇനി അങ്ങോട്ട് പേടിക്കണ്ടെന്ന് അരുണ് വരുണ് തോന്നി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, നമ്മുടെ ഈ ഒരു ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറി. ആക്ച്വലി ദിസ് ഇസ് മൈ 3rd അറ്റംപ്റ്റ്. ഞാൻ എഴുതുന്ന 3ാമത്തെ സ്റ്റോറിയാണിത്. ഐ നോ ഇതിൽ ഒരുപാട് ഹൊറർ എലമെൻസും കാര്യങ്ങളൊന്നുമില്ല. യൂഷ്വലി ഞാൻ കുറച്ച് ഹൊറർ പാറ്റേൺസ് കയറ്റി എഴുതുന്ന ഒരാളാണ്. പക്ഷെ എഴുതുക മീൻസ് പറയുക കേട്ടോ, ഞാനിങ്ങനെ എഴുതി വെക്കുന്നില്ല. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാനിങ്ങനെ എൻ്റെ ക്രിയേഷൻസ് തന്നെ സ്റ്റോറി ആയിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ചാനലാണിത്. മോസ്റ്റ് പ്രോബബ്ലി നിങ്ങളിതിൽ ന്യൂ ആയിരിക്കാം. ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്റ്റോറീസ് കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ ഇനി ഫർദർ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. ഈ സ്റ്റോറി നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണം. ഓക്കെ, ഈ സ്റ്റോറി ആക്ച്വലി ഒരുപാട് ഹൊറർ എലമെൻറ്റ്സ് കയറ്റി കൊളാക്കണം എന്ന് എനിക്ക് തോന്നിയില്ല. ഇതിങ്ങനെ തന്നെ പ്രസൻറ്റ് ചെയ്യാനാണ് എനിക്ക് ഫീൽ ചെയ്തത്. കുറച്ച് ഹൊറർ എലമെൻറ്റ്സിന് വേണ്ടി ഞാൻ ChatGPT ഒക്കെ റെഫർ ചെയ്തിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ എങ്ങനെയാണോ സ്റ്റോറി തോന്നിയത് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ സജഷൻസ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഓഫ് കോഴ്സ് നല്ലൊരു ഫീൽ ഗുഡ് സ്റ്റോറി ആയില്ലേ? ഓക്കെ, ലാസ്റ്റ് ട്വിസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പിന്നെ ആ അമ്മ എന്തിനായിരിക്കും, കഴിഞ്ഞ സ്റ്റോറീസിലും ഞാനിങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടാണ് നിർത്തിയത്. പക്ഷെ ആരും എനിക്ക് കമൻറ്റ് ബോക്സിൽ ആ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും ഇട്ട് തന്നില്ല. ഐ നോ ഐ എം എ ബിഗ്നർ, സോ ഓഫ് കോഴ്സ് കമൻറ്റ്സ് ഇടാൻ തക്കവണ്ണം ഒരു ഓഡിയൻസ് എനിക്കില്ല.
അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. എന്നാലും എന്തെങ്കിലും നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിലൊരു ഇൻട്രസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തോന്നിയിട്ടുണ്ടാവും. ഇപ്പോൾ വരുണും ലൈക്ക് എന്തുകൊണ്ടായിരിക്കാം ആ അമ്മ അങ്ങനെ അവരിൽ അങ്ങനെ ഒരു ഇത് കണ്ടത്, അങ്ങനെയുള്ള കുറേ റാൻഡം ക്വസ്റ്റ്യൻസ് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളുടെ ഒരു വേർഷൻ ഓഫ് സ്റ്റോറി ഉണ്ടാവാം. അത് നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക, നമുക്ക് പരസ്പരം ഡിസ്കസ് ചെയ്യാം. എൻ്റെ ഒരു തോട്ട് ഒരു സ്റ്റൈലുമായിട്ട് നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി എത്രത്തോളം മാച്ച് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു പുതിയ സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് ഞാൻ ഉടൻ തന്നെ വരും. സോ അതുവരേക്കും ബൈ ബൈ.